നമ്മൾ ഇരിക്കുക ആദ്യം പഠിക്കേണ്ടത്. ഞാൻ 3 പാക്കറ്റ് എടുക്കാറുണ്ട്. ഗ്രൂപ്പ് 3 പാക്കറ്റ് എനിക്ക് പെർഫെക്റ്റാണ്. എടുക്കുന്നത് 3 പാക്കറ്റ് ബ്രൂ കോഫി 2 രൂപ. ഇതെന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 2 രൂപ, 1.3 ഗ്രാമുള്ളൂ. എത്ര കഫീനുണ്ട്? മിക്സ്ചർ കോഫി ഇൻസ്റ്റൻറ്റ്. കഫീൻ്റെ അളവൊന്നും എനിക്കറിയുന്നില്ല. പക്ഷേ 3 പാക്കറ്റ് അടിക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് പോകണം. 1 പാക്കറ്റ് 2 പാക്കറ്റ് ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. അതും കാപ്പിയിലിട്ടിട്ട് 4 പാക്കറ്റ് ഇട്ടാൽ നമുക്കൊരു തേങ്ങയില്ല. അവിടെ അസെറ്റ് 3 പാക്കറ്റ് എടുത്ത് 1 2 ബ്രൂ കോഫിയുടെ പൗഡർ ഇട്ടു. അടുത്തെടുക്കാൻ പോകുന്നത് ഒരു സോഡ മതമില്ലാത്തെടുക്കാം. സോഡ നോക്കി മതമില്ലാത്തെടുക്കാം, മതമുള്ളതെടുക്കാം, ജീരക സോഡ എടുക്കാം, ലെമൺ സോഡ എടുക്കാം. ഞാൻ ഇന്നലെ എടുത്തത് ജീരക സോഡയാണ്. യെസ് ഗൈസ്, ഇന്നലെ ഞാനത് അടിച്ചു. ഇന്നടിക്കാൻ പോവാണ്. അപ്പോൾ സാധാ സോഡ എടുക്കാം, ജീരക സോഡ എടുക്കാം. ഇന്നടുത്ത് ജീരകമാണ്. ഇനി എടുക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ എടുക്കുന്നത് ഡയറ്റ് കോക്കല്ല, ഡയറ്റ് പെപ്സി. ഞാനേ സ്പൂൺ എടുക്കാൻ പോയതാ. വേറൊരു മെയിൻ സാധനം മറന്നു, ലെമൺ. വേറെ മെയിൻ സാധനം എന്ത്? ലെമൺ. നമ്മൾ കട്ട് ചെയ്ത് ഹാഫ് ലെമൺ എനിക്ക് പിഴിയാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമണിൻ്റെ ഒരു പുളി രസമുണ്ട്. അത് ഈ കയ്പ്പിൽ കണ്ട് എന്ത് ചെയ്യും, ടാലിലേക്ക് ഇടും. ഒരു പുളിയും മധുരമുള്ള ടേസ്റ്റ് ആയിരിക്കും വരിക. അതിൽ മറിച്ച് നമ്മൾ സോൾട്ട് ഇട്ട് നോക്കിയ ലെമണിന് വരാം. ലെമൺ ഇടണില്ലേ, ജസ്റ്റ് ഒരു നുള്ളു സോൾട്ട്. നമ്മൾ പ്രീ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു നുള്ളു ഉപ്പിടാറുണ്ട്, പമ്പ് കിട്ടാനൊക്കെ ഉണ്ട്. പക്ഷേ ഈ സാധനത്തിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സോഡയുടെയൊക്കെ മധുരം ഉളക്കും. പക്ഷെ അതിൻ്റെ കോഫിയുടെ ഈ കയപ്പുണ്ടല്ലോ, എൻ്റെ അളിയ റമ്മൊക്കെ അടിക്കില്ലേ, ആ ഒരു ഫീലായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിറ്റി ചോദിക്കണം. വളരെ കുറച്ച് ചോദിച്ചാൽ മതിയില്ല, കുടിക്കാൻ പറ്റുന്ന സാധനം. എന്ത് ചെയ്യാ, ഇതാണ് നമ്മുടെ മുതൽ കൊമ്പൂച്ച. മിക്സി ഒന്നും വേണ്ടാ, ഞാൻ അടിയിൽ കുറച്ച് മുറിക്കുന്നു. ഇതായിരിക്കും കൺസിസ്റ്റൻസി. എനിക്ക് നമ്മൾ മിക്സി ഒന്നും വേണ്ടാ, ഞാൻ മിക്സി കാരണമൊന്നുമല്ല, അത് ഒഴിക്കുമ്പോൾ ഓൾറെഡി ഇങ്ങനെ വരും. സെറ്റാവും. സെറ്റായി കഴിഞ്ഞിട്ട് അടിക്കണമെങ്കിൽ അടിക്കാം. ബ്രൂ കോഫിയുടെ മറ്റേ സാധനം ഇഷ്ടേ ഈ കട്ടേനായിരുന്നു. നോ പ്രോബ്ലം. നമ്മളുണ്ടായിരുന്നു സാധനം അടിച്ച് മിന്നിക്കാൻ പോകുന്നു. അടിച്ച് കഴിഞ്ഞ് അവിടുത്തെ പാത്രം കഴുകാണ്ട്, ഗ്ലാസ് കഴുകാണ്ട്, അടുക്കള വൃത്തിയാക്കാണ്ട്, അടുക്കളയിൽ പാത്രം കഴുകാണ്ട്, ഫ്ലോർ ക്ലീൻ ചെയ്യണം, അടിച്ചു വരണം, തുടയ്ക്കണം. അത് കഴിഞ്ഞാൽ പലഹാരത്തിൻ്റെ പെട്ടി കഴുകണം, പലഹാരത്തിൻ്റെ പെട്ടി തുടയ്ക്കണം. 2 പലഹാരപ്പെട്ടികളുള്ളത് 2 തുടയ്ക്കണം. ഫുഡിൻ്റെ കൗണ്ടർ ക്ലീൻ ചെയ്യണം. പറ്റുവെച്ചാൽ ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കണം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ ഇതൊക്കെ ഈ മുതൽ കൊണ്ട് പറ്റുന്നതാണ് നമ്മുടെ ടാസ്ക്. അതും ഈ ഇപ്പോൾ പറഞ്ഞ ജോലികളിൽ ഇതൊക്കെ കൂടെ നമ്മളെങ്ങനെയാണ് 10 മണിക്ക് മുൻപ് 9:05 ടൈം നോക്കിയതാ. 9:05 10 മണിക്ക് നോക്കിയാൽ പറഞ്ഞ ടാസ്കുകളൊക്കെ തീർക്കണം. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ, 10 മണിക്ക് മുമ്പ് തീർക്കണമല്ലോ. അപ്പോൾ 10 മണിക്ക് മുമ്പ് നമുക്ക് ഈ പണിക്ക് തീർത്തിട്ട് ഫ്രിഡ്ജ് ടൈം ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് നമുക്ക് പോകുള്ളൂ. അപ്പോൾ അതൊക്കെ ഇതിനോട് താങ്ങാൻ പറ്റും, നമുക്കൊന്ന് നോക്കാം. റെഡി, 1 2 3. ക്ലീൻ ചെയ്താണ് സാധാരണ പ്രീ വർക്കൗട്ടിൻ്റെ ഒരു ടേസ്റ്റാണ്. ലെമൺ ഇട്ടുകൊണ്ട് അതിൻ്റെ പുളി രസമുള്ള നമുക്ക് എന്ത് ചെയ്യില്ല, അതിൻ്റെ ഓവർ ബിറ്റർനെസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ഡയറ്റ് കോക്കായിരുന്നു, മധുരം കുറവാന്ന് പറഞ്ഞാലും സാധനം നൈസ് ചെയ്യുന്നു. കാരണം ആ പുളി നാരങ്ങ ഒഴിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട്.
കോഫിയുടെ ആ കയ്പണ്ട് മാറി കിട്ടും. സാധനം ഓണായി ഗൈസ്. അയ്യോ, ഞാൻ വിചാരിച്ചു ഇന്നലെ അടിച്ചല്ലോ. ഇന്നലെ അടിച്ചിട്ട് പിന്നെ നമ്മൾ ഇന്ന് അടിക്കുമ്പോൾ എന്ത് ചെയ്യില്ല, കിക്ക് കുറച്ച് കുറയുന്നു വിചാരിച്ചു. ഒരു തേങ്ങയില്ല ഗൈസ്, സെറ്റായിട്ട് കിട്ടി. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം.